ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കിട്ടിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തമ്മിൽ കണ്ട പോലെ തന്നെ ഷെഫ് പിള്ള സ്പെഷ്യൽ ബീഫ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടിയിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കുക ബീഫ്. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിൽ വേഗവാനായിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് ഒരു അരക്കിലം പോലെ ബീഫും ഒരു കുറച്ച്, അതായത് ഒരു പിടി പോലെ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഷെഫ് പിള്ള സർ ഉണ്ടാക്കിയത് മൺചട്ടിയിലാണ്. അപ്പോൾ ഞാനിതാ വേഗം എളുപ്പത്തിനായിട്ട് കുക്കറിലേക്ക് ബീഫും ചെറിയ ഉള്ളി ഒരു 3 പച്ചമുളക് പിന്നെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യരുത്, ഏകദേശം കാരണം ഇത് വെന്ത് കഴിഞ്ഞാലും ഒന്ന് ഉടയുമല്ലോ. അപ്പോൾ കുറച്ച് വലുപ്പത്തിലായിട്ട് കട്ട് ചെയ്യണേ. പിന്നെ ഇത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും, സാധാ വെളിച്ചെണ്ണ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായി ഊറ്റിയെടുക്കണേ, വെള്ളം ഉണ്ടാകാനേ പാടില്ല. ഒരിത്തിരി മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 ഘട്ടമായിട്ട് തേങ്ങാപ്പാൽ മാറ്റി വെക്കണം. ഫസ്റ്റ് പാല്, സെക്കൻഡ് പാല്, തേർഡ് പാല്, ആ ഒരു രീതിയിൽ. അപ്പോൾ എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ നമുക്ക് എളുപ്പത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ വേഗം തന്നെ നമുക്ക് നല്ല പാല് കിട്ടുമേ. മിക്സിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെ ചൂടുവെള്ളം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും മാറ്റി വെച്ചിട്ട് തേർഡ് പാലാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേവിക്കാനായിട്ട് വേറെ വെള്ളമൊന്നും വയ്ക്കുന്നില്ലല്ലോ, ഈ ഒരു തേർഡ് പാലും വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇനി ബീഫ് അതിൽ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ ഗീ ആണ് വെച്ചിട്ടുള്ളത്. ഗീ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പ്, ഏലക്കായ്, പട്ട, ബേ ലീഫ്, പെരിഞ്ചീരകം, പിന്നെ ഒരു വലിയ സവാളയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല, ഇഞ്ചി മാത്രമാണ്. പച്ചമുളകും വേണം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇറച്ചി വെന്ത വെള്ളമോ ഇറച്ചിയോ ഒക്കെ ആയിട്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, ഒരുപാടായതുകൊണ്ട് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ കുക്കറിൻ്റെ അടപ്പൊന്നും ഇടാതെ സാധാരണ തന്നെ ഒന്നും കൂടി എന്നിട്ടിത് സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുക്കാൻ. ആ സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വറ്റിക്കാൻ വെക്കുക. ഞാൻ സാധാരണ സ്റ്റ്യൂ ഉണ്ടാക്കൽ ഇങ്ങനെയല്ല, തേങ്ങ നന്നായി അരച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കലാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യലാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, കിട്ടിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക, തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചതച്ച കുരുമുളകാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുരുമുളക് പൊടി തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മുയിപ്പോ ഒരു വേറെ തന്നെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ബീഫ് സ്റ്റൂ നെയ്ച്ചോറിനായാലും ഒറോട്ടിക്കായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയുമായി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും. ബായ്.